ഗായ്സ്, അപ്പം ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലോട്ടേക്കാണ്. അപ്പോൾ കുറേ നാളുകളായി അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കല്ലാച്ചിയിൽ നിന്നാണ് ബസ് കയറിയത്. കല്ലാച്ചിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കല്ലാച്ചിയിൽ നിന്ന് 8 മണിക്ക് ബസ്സുണ്ട്. നേരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനടുത്ത് അവിടെ നിർത്തും. സ്റ്റാൻഡിൽ അവിടെ നിർത്തും. അപ്പം നമുക്ക് മാറിക്കയറേണ്ട ആവശ്യമില്ല. വേറൊരു ബസ് മാറിക്കയറേണ്ട ഒരാവശ്യമില്ല. നേരിട്ട് 8 മണിക്ക് കല്ലാച്ചിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ അവിടെ 8 മണിക്ക് ബസ് നമുക്ക് പറശ്ശിനിക്കടവിൻ്റെ മുന്നേ തന്നെ നിർത്തും. അതുകൊണ്ട് ഒരു ബസ് മാറിക്കയറേണ്ടതില്ല. അപ്പം ഇപ്പോൾ കണ്ണൂരിൽ ആണിപ്പോൾ ഉള്ളത്, സ്റ്റാൻഡിൽ. അപ്പോൾ അവിടെ 10 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് ചായ കുടിക്കേണ്ടവർക്കാണെങ്കിൽ ചായ കുടിക്കുക, മറ്റു കാര്യങ്ങൾക്കാണെങ്കിൽ അവിടെ 10 മിനിറ്റ് അവിടെ നിർത്തും. അവിടെ നേരെ നമ്മൾ പറശ്ശിനിക്കടവ് എൻ്റെ അടുത്താണിപ്പോൾ പോകുന്നത്. അവിടെ ഫസ്റ്റ് കവാടത്തിന് മുന്നിലാണുള്ളത്. ഇവിടെ താഴോട്ടേക്ക് റോഡൊക്കെ ഉണ്ട്. അതിലെ പോവുകയാണ് വണ്ടി കൊണ്ട് വരുന്നവർക്ക്. അതിലേ പോയാൽ താഴെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് അവിടെ വണ്ടിയൊക്കെ നിർത്തി അതിലൂടെ വരാം. പക്ഷേ ഇതിലൂടെ പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്കിതിലേ പോകാൻ. അപ്പം ഫസ്റ്റ് കവാടം കടന്നു. അപ്പോൾ സെക്കൻഡ് കവാടമാണ് തൊട്ടടുത്തുള്ളത്. അതൊക്കെ കടന്നിട്ട് വേണം നമ്മൾ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നിറയെ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ കവാടമാണിത്. അപ്പോൾ ഇതും കടന്ന് നിറയെ സ്റ്റെപ്പുകളുണ്ട്. അതും കടന്നാണ് നമ്മൾ പോകേണ്ടത്. നിറയെ പേരുണ്ട്. ഒരു ഭാഗത്തൊരു സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നവരും മറുഭാഗത്ത് മുത്തപ്പനെ കണ്ട് തൊഴുത് കയറി പോകുന്നതുമാണ് കാണുന്നത്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുന്നതിനിടയിൽ അവിടെയൊക്കെ നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. സ്റ്റെപ്പിനടുത്തായാലും അത് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. കച്ചവടക്കാരെന്ന് വെച്ചാൽ പൊരികളും അലുവയും മറ്റ് ഫുഡ് ഐറ്റംസുകളായാലും പിന്നെ കളിപ്പാട്ടങ്ങൾ, കമ്മൽ, മാല, വള എന്ന് വേണ്ട മുത്തപ്പൻ്റെ ഫോട്ടോകളും മറ്റ് ദൈവങ്ങളുടെ ഫോട്ടോകളായാലും നിരവധി ഐറ്റംസുകളുമുള്ള നിരവധി കച്ചവടക്കാരുമാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് നേരെ മുത്തപ്പൻ്റെ അടുത്തോട്ടേക്ക് യാത്ര തുടരും.
നിരവധി കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത്. നിരവധി ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. ഒരുപാടെണ്ണം സാധനങ്ങളും കച്ചവടക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മൾ ഈ കവാടം കൂടി കടക്കണം. ഈ മുത്തപ്പൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ പോകണമെങ്കിൽ ഇതാണ് ഉള്ളിലോട്ടേക്കുള്ള കവാടം. ഇതിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പം ഞാൻ വന്നത് ഒരു ഞായറാഴ്ച സമയത്തായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായത് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് കയറിയ ഉടൻ ചായയും മുത്തപ്പൻ്റെ പ്രസാദമായ വൻപയറും തേങ്ങ കഷ്ണവും ഒക്കെ കിട്ടും. ഇവിടെ നിന്ന് മുത്തപ്പൻ്റെ പ്രസാദമാണത്. അത് കഴിച്ചിട്ട് വേണം നമ്മൾ മുത്തപ്പൻ്റെ അടുത്തോട്ടേക്ക് പോകാൻ. അപ്പം നമുക്ക് അവിടെ കയറി ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ കയറുമ്പോൾ താഴെ മേലെ ആയിട്ട് 2 തട്ടായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ താഴെ സ്ത്രീകൾക്കും മേലെ പുരുഷന്മാർക്കും എന്ന രീതിയിലാണ് ഇവിടെ ചായയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പൂളും വൻപയറും ഒക്കെയാണ് ഇവിടെ ചായക്ക് കൊടുക്കുന്നത്. മുത്തപ്പൻ്റെ പ്രസാദമാണല്ലോ അത്. അപ്പം അത് കഴിക്കണം. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം നമുക്ക് മുത്തപ്പൻ്റെ അടുത്തേക്കുള്ളിലോട്ട് പോകാൻ. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം. ഒരു ജാത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു ഇതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് നേരെ അമ്പലത്തിൽ മുത്തപ്പൻ്റെ അടുത്തേക്ക് കയറാം. ഇവിടെ നിന്നാണ് കുട്ടികൾക്കുള്ള ചോറൂണൊക്കെ നൽകുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല തിരക്കുമുണ്ട് ചോറൂണിനൊക്കെ. അപ്പം ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നിരവധി ആളുകൾ എല്ലാ ജില്ലകളിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു. അപ്പം നമുക്ക് നേരെ ഉള്ളിലോട്ടേക്ക് പോയി മുത്തപ്പനെ കാണാം. ഇവിടെ വന്ന് മുത്തപ്പനെ കണ്ട് തൊഴണമെങ്കിൽ നമ്മൾ ആദ്യം പുഴയിലിറങ്ങി കാലൊക്കെ കഴുകി ശുദ്ധമാക്കിയ ശേഷം നേരെ ഉള്ളിലോട്ടേക്ക് കടക്കണം. എന്നിട്ട് വേണം മുത്തപ്പനെ കണ്ട് തൊഴാൻ. പക്ഷേ ഉള്ളിലോട്ടേക്ക് കയറുമ്പോൾ മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒക്കെയാണ് കാണാൻ കഴിയുക. ഉള്ളിലോട്ടേക്ക് മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് മുത്തപ്പൻ്റെ ഉള്ളിലുള്ള വിഷ്വൽസ് ഒന്നും കാണാൻ കഴിയാത്തത്, എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള എല്ലാ വിഷ്വൽസും, പുഴയും മറ്റ് ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. മുത്തപ്പനെ കണ്ട് തൊഴുതും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ബോട്ട് സർവീസിലോട്ടേക്കാണ്. ബോട്ട് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഇതിലൂടെ പോയി നമ്മൾ നേരെ കുറച്ചപ്പുറത്തായിട്ട് ബോട്ട് സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഞാനും കയറി ബോട്ടിലേക്ക്. 50 രൂപ ടിക്കറ്റ് എടുത്ത് ഞാനും
ബോട്ട് സർവീസൊക്കെ നടത്തി. നല്ല രസമായിരുന്നു കേട്ടോ. ആ പുഴയോരത്തൂടെയുള്ള ആ യാത്രയും കാഴ്ചകളും ആ മുത്തപ്പൻ്റെ അമ്പലമൊക്കെ ആ പുഴയോരത്ത് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മൾ അതിലൂടെ കിടന്നു. ഫാമിലി ബോട്ടായാലും ചെറിയ ബോട്ടായാലും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിലൂടെ സഞ്ചരിച്ച് കാണാം. ഫാമിലി ബോട്ട് മാത്രമല്ല, ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് പേരൊക്കെ ചേർന്ന് നമുക്ക് ആസ്വദിച്ച് പോകാനൊക്കെയുള്ള ചെറിയ ബോട്ടുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ബോട്ട് സർവീസൊക്കെ ചെയ്തു. അപ്പോൾ 50 രൂപ ടിക്കറ്റാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ആസ്വദിച്ച് എൻജോയ് ചെയ്യാം. ഇവിടെയൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും.
ഇതാണ് ഓട്ടുപുര മുത്തപ്പൻ്റെ പ്രധാന ഭക്ഷണമായ ചോറ് കൊടുക്കുന്ന ഇടം. അപ്പം നമ്മളിവിടെ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ചോറ് കഴിക്കാൻ. അപ്പം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ക്യൂ ഒക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര സമയമൊന്നും അവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റി. അപ്പം അവിടെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ പ്ലേറ്റൊക്കെ തട്ടിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ചോറ് കഴിക്കാൻ. അപ്പം നമുക്ക് 2 തരം ചോറിന് 2 തരം കറിയാണുള്ളത്. അതൊക്കെ വാങ്ങി നമ്മൾ നേരെ അവിടെ നമുക്കവിടെ ഇരിക്കാനുള്ള നല്ല സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ എന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് അവിടെ ഇരുന്ന് മടങ്ങാൻ കഴിയും.